56 അക്ഷരമല്ല, 51 അക്ഷരവുമല്ല എൻ്റെ മലയാളം. മലയാളം എന്ന് 4 അക്ഷരമല്ല, അമ്മ എന്ന ഒരൊറ്റക്ഷരമാണ്, മണ്ണ് എന്ന ഒരൊറ്റക്ഷരമാണ് എൻ്റെ മലയാളം എന്നെഴുതിയ മലയാളത്തിൻ്റെ സ്വന്തം കവി. ചെറിയ വരികൾക്കിടയിൽ വലിയ ആകാശം തീർത്ത കുട്ടികളുടെ പ്രിയങ്കരനായ കവി. 1927 മെയ് 10 ഞായപ്പള്ളി ഇല്ലത്ത് നീലകണ്ഠൻ മൂസത്തിൻ്റെയും അതിയാരത്ത് നാരായണി അമ്മയുടെയും മകനായി ജനിച്ച അതിയാരത്ത് കുഞ്ഞുണ്ണി നായർ പിൽക്കാലത്ത് കുഞ്ഞുണ്ണി മാഷ് എന്ന് അറിയപ്പെട്ടു. ദാർശനിക മേമ്പടിയുള്ള കുട്ടികൾക്കിടയിൽ വലിയ ആകാശം തീർത്ത കുട്ടികളുടെ പ്രിയങ്കരനായ കവി. 1927 മെയ് 10 ഞായപ്പള്ളി ഇല്ലത്ത് നീലകണ്ഠൻ മൂസത്തിൻ്റെയും അതിയാരത്ത് നാരായണി അമ്മയുടെയും മകനായി ജനിച്ച അതിയാരത്ത് കുഞ്ഞുണ്ണി നായർ പിൽക്കാലത്ത് കുഞ്ഞുണ്ണി മാഷ് എന്ന് അറിയപ്പെട്ടു. ദാർശനിക മേമ്പടിയുള്ള ഹ്രസ്വ കവിതകളായിരുന്നു അദ്ദേഹത്തിന്റെ മുഖമുദ്ര. ദീർഘകാലം അധ്യാപകനായിരുന്നു. മെയ് 10 ഞായപ്പള്ളി ഇല്ലത്ത് നീലകണ്ഠൻ മൂസത്തിൻ്റെയും അതിയാരത്ത് നാരായണി അമ്മയുടെയും മകനായി ജനിച്ച അതിയാരത്ത് കുഞ്ഞുണ്ണി നായർ പിൽക്കാലത്ത് കുഞ്ഞുണ്ണി മാഷ് എന്ന് അറിയപ്പെട്ടു. ദാർശനിക മേമ്പടിയുള്ള ഹ്രസ്വ കവിതകളായിരുന്നു അദ്ദേഹത്തിന്റെ മുഖമുദ്ര. ദീർഘകാലം അധ്യാപകനായിരുന്നു. കുഞ്ചൻ നമ്പ്യാരുടെ ഭാഷാശാസ്ത്രമാണ് മാഷിനെ ഏറെ സ്വാധീനിച്ചത്. മലയാള കവിതയിൽ വ്യതിരിക്തമായ ഒരു ശൈലി അവതരിപ്പിച്ച കവിയാണ് കുഞ്ഞുണ്ണി മാഷ്. ഹ്രസ്വവും ചടുലവുമായ ആത്മവിമർശനം ചേർന്ന കവിതകൾ മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ആകർഷിച്ചു. കുട്ടികളുടെ പ്രിയപ്പെട്ട കവിയാകാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അവരോടൊപ്പം കളിച്ചും ചിരിച്ചും ചിന്തകൾ പങ്കുവച്ചും ജീവിച്ചു. ബാലസാഹിത്യ മേഖലയിലെ സംഭാവനകൾ വ്യാപകമായ അംഗീകാരം നേടി. കുഞ്ഞുണ്ണി മാഷ് ഏറ്റവും അധികകാലം പങ്ക്തി എഴുതിയത് മലർവാടി എന്ന മാസികയിലാണ്. പ്രസ്തുത പങ്ക്തി കേരളത്തിലെ അനേകം കുട്ടികളെ സാഹിത്യകാരന്മാരാക്കി വളർത്തിയിട്ടുണ്ട്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ ബാലപംക്തിയിലും കുട്ടേട്ടൻ എന്ന പേരിൽ അദ്ദേഹം എഴുതിയിരുന്നു. ഭാഷാശുദ്ധി, ലളിതവും വ്യക്തവുമായ ഭാഷ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ സവിശേഷതകളായിരുന്നു. കഥാകാരൻ, ചിത്രകാരൻ, അധ്യാപകൻ എന്നിങ്ങനെ അദ്ദേഹത്തിന്റെ കർമ്മമേഖലകൾ വിപുലമായിരുന്നു. കമൽ സംവിധാനം ചെയ്ത ഭൂമിഗീതം എന്ന ചലച്ചിത്രത്തിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, സംസ്ഥാന ബാലസാഹിത്യ അക്കാദമി അവാർഡ് എന്നിങ്ങനെ ധാരാളം പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി. മാഷിന്റെ ഫലിതപ്രയോഗങ്ങൾ പ്രസിദ്ധമാണ്. 2006 മാർച്ച് 26 അദ്ദേഹം നമ്മോട് വിട പറഞ്ഞു. പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്ന് സ്വയം വിലയിരുത്തിയ കുഞ്ഞുണ്ണി മാഷിന് ആസ്വാദക ഹൃദയങ്ങളിൽ എക്കാലവും ആകാശം